എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് കർക്കിടകം 3-ാം ദിവസം. നമ്മൾ ഇന്നലെ വിശ്വാമിത്രൻ ശ്രീരാമ ലക്ഷ്മണന്മാരെ താടക വനത്തിൽ എത്തിച്ചിരിക്കുന്നത് വരെയാണ് കഥ കേട്ടത്. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം. എനിക്ക് പറഞ്ഞു എന്നാ തോന്നുന്നത്, ഇവിടെ ഒരു ഘോരവനമായിരുന്നില്ല എന്ന് വിശ്വാമിത്രൻ പറയുന്നുണ്ട്. അവിടെ മലദം, കരൂഷം എന്ന 2 ജനപദങ്ങളായിരുന്നു. അതുണ്ടാവാൻ ഒരു കഥയുണ്ട്. വൃത്രൻ എന്ന് പറയുന്ന ഒരു അസുരൻ, അദ്ദേഹം ത്വഷ്ടാവിൻ്റെ മകനാണ്. ത്വഷ്ടാവ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ജന്മം കൊടുത്തത് അത് ഔരസപുത്രനല്ല, ഇന്ദ്രനോട് പക വീട്ടാനാണ്, ഇന്ദ്രനെ കൊല്ലാനാണ്. ഇന്ദ്രൻ ഇതിൽ ശരിക്കും ഭയപ്പെട്ടു. അതുകൊണ്ട് സപ്തർഷികളെ വിട്ടു ഒരു സന്ധി സംഭാഷണത്തിന്. സപ്തർഷികൾ ചെന്ന് വൃത്രനോട് ചോദിച്ചു, സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് വിശ്വാസം ഉണ്ട്, നിങ്ങൾക്കതുണ്ടോ? അത് ശരിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, അർദ്ധാസനം കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ഒന്നിച്ച് ജീവിക്കാം. അങ്ങനെ ഇദ്ദേഹം ഇന്ദ്രൻ്റെ ദേവലോകത്ത് ചെല്ലും. അപ്പം മനസ്സോടെ ഇങ്ങനെ ശകലം ഒന്ന് നീങ്ങിക്കൊടുക്കും, അർദ്ധാസനത്തിലിരുത്തി. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ കലുഷമാണ്, എങ്ങനെ കൊല്ലും എന്ന് ചിന്ത. അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പം ഒരു ദിവസം രംഭയോട് പറയും, രംഭ എങ്ങനെയെങ്കിലും ഇങ്ങേരെ ഒന്ന് ആകർഷിച്ച് മദ്യം കുടിപ്പിച്ച് മയക്കി എനിക്ക് സൗകര്യത്തിന് തരണം. അങ്ങനെ തന്നെ ചെയ്തു രംഭ. ആ സമയത്ത് ഇദ്ദേഹം മയങ്ങിക്കിടന്ന ആളിനെ കൊല്ലുക. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ചെയ്യുവാൻ സപ്തർഷികൾ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ബ്രഹ്മഹത്യാപാപം കിട്ടും എന്നും പറയുന്നുണ്ട്. ഏതായാലും കൊന്നു. ഈ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ വൃത്രനെ കൊല്ലുന്നത് കൊണ്ടല്ലേ വൃത്രാരി എന്നൊരു പര്യായം ഇന്ദ്രൻ? അത് തന്നെ, അതെ. ആ വൃത്രാരി പുത്രൻ എന്നൊക്കെ പറയുന്ന ബാലിയെ കുറിച്ച് ശരിയാണ്. കൊന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ബ്രഹ്മഹത്യാഭാവവും കിട്ടി, ഒപ്പം മലിനമായി ശരീരം മൊത്തം, ഭയങ്കര വിശപ്പും. കാരണം ദിവസങ്ങളായിട്ട് ഭക്ഷണമൊന്നും ശരിയാവുന്നില്ല. ഇങ്ങനെ ക്ഷീണിതനായ ഈ ഇന്ദ്രനെ കണ്ടപ്പോൾ ഇവർക്കെല്ലാം സങ്കടമായി, ദേവന്മാർക്കും ഋഷികൾക്കും ഒക്കെ. അവരെന്ത് ചെയ്തു? കലശാഭിഷേകം ചെയ്തു തീർത്ഥം കൊണ്ട്. അങ്ങനെ ഇയാളുടെ ശരീരത്തെ മലമെല്ലാം, മാലിന്യം മൊത്തം ഇറങ്ങി ഒരു സ്ഥലത്ത് അങ്ങ് പടർന്നു. അതുപോലെ തന്നെ വിശപ്പും മാറ്റി. മലദം എന്ന പേര് കിട്ടാൻ ഇന്ദ്രൻ പറഞ്ഞു, ഇനി മുതൽ എൻ്റെ അംഗമലം വീണത് കൊണ്ട് ഇവിടെ മലദം എന്നറിയപ്പെടും. എൻ്റെ വിശപ്പ് മാറ്റിയത് കൊണ്ട് കരൂഷം, വിശപ്പ് എന്നാണ് കരൂഷത്തിനർത്ഥം, വിശപ്പ് മാറ്റിയത് കൊണ്ട് ഇത് കരൂഷം എന്നും അറിയപ്പെടും. അങ്ങനെ നല്ല ഫലഭൂയിഷ്ടമാണ്. ഇതിന് വേറെ അർത്ഥങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, മഴ എന്നുള്ള അർത്ഥമൊക്കെ കൊടുക്കുന്നുണ്ട്, എക്കലൊക്കെ അടിഞ്ഞുകൂടിയതെന്നൊക്കെ പറയാം. എന്തായാലും ഫലഭൂയിഷ്ടമായ ഈ പ്രദേശം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുകേതു എന്ന് പറയുന്ന ഒരു യക്ഷൻ, വളരെ നല്ലവനായിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. അദ്ദേഹം തപസ് ചെയ്തു, പതിവ് പോലെ ബ്രഹ്മാവ് പ്രീതനായി ഒരു 1000 ആനയുടെ ബലമുള്ള ഒരു പെണ്ണിനെയാണ് കൊടുത്തത്, ആൺമക്കളെ കൊടുത്തില്ല. ഇവള് ഈ നല്ല രൂപസൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ക്രൂരയാണ്. ഇവളെ പേടിച്ചാരും എന്ന് പറയുന്ന ആ കഥാപാത്രം വരികയാണ്. അത് തന്നെ. എന്നിട്ട് ഇവൾ ഇങ്ങനെ ശല്യമൊക്കെ ചെയ്ത് തന്നെ കുസൃതിയായിട്ട് ജീവിച്ചു, രൂപയൗവനയുക്തയായി. ആ സമയത്ത് ജംബപുത്രനായ സുന്ദൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു. അയാളും അത്ര കേവനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ വസിഷ്ഠ മഹർഷി ഇരുന്ന് യാഗം ചെയ്യുകയാണ്. ആ വസിഷ്ഠൻ്റെ അവിടെ ചെന്ന് വേണ്ടത്ര നാശം കാണിച്ചു. ദേഷ്യം വരത്തില്ലേ? അദ്ദേഹത്തിന് ദേഷ്യം വന്നു, ശപിച്ചു ഭസ്മമാക്കി. അപ്പോഴത്തേക്കും ഇവർക്ക് 2 മക്കളുണ്ടായിരുന്നു. വാൽമീകി രാമായണത്തിൽ ഒരാളെ പറയുന്നുള്ളൂ, മാരീചനും സുബാഹു എന്ന് പറയുന്നുണ്ട് അധ്യാത്മ രാമായണത്തിൽ. എന്തായാലും ഈ അമ്മയും മക്കളും കൂടെ നേരെ ആശ്രമത്തിലോട്ട് ഇങ്ങ് വന്നു. ഇവിടെ വന്ന് അദ്ദേഹത്തിന് വാവളതും വിഴുങ്ങാനായിട്ട് വരുന്ന പോലെ വരുന്നേ. അദ്ദേഹം കൊന്നില്ല, മറിച്ച് 3 പേരും രാക്ഷസരായി പോട്ടെ എന്ന് ശപിച്ചു. ഘോരരൂപികളായി, ഭയങ്കര രൂപത്തോടുകൂടി 3 പേരും നേരെ പാതാളത്തിൽ പോയി സുമാലിയുടെ അടുത്ത് താമസമാക്കി. അദ്ദേഹമാണല്ലോ രാക്ഷസരുടെ പിതാവ്. അവിടെ പോയി കുറെ കാലം കഴിഞ്ഞു. ഒരുപക്ഷെ അവിടുത്തെ ശല്യം കൊണ്ടായിരിക്കാം, നേരെ ലങ്കയിലോട്ട് വന്നു. അവിടെയും കുറെ കാലം കഴിഞ്ഞു. അങ്ങനെ ഈ ലങ്കാധിപതിയായ രാവണനാണ് ഇവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അപ്പം ഇവിടെ കുറേ സ്ഥലം കൈയടക്കി ഇവളങ്ങ് താമസമാക്കി. അങ്ങനെ പിന്നീട് ഒരു റോള് വരുന്നുണ്ടല്ലേ? പിന്നെ വരുന്നുണ്ടല്ലോ. എന്നിട്ട് ഇദ്ദേഹം ഇവിടെ കൈയടക്കി ഇവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. വസിഷ്ഠൻ്റെ തപസ് കൊണ്ട് നല്ല പരിശുദ്ധമായിരിക്കുന്ന ഇവിടെ നശിപ്പിക്കണം, അതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഭയങ്കര ക്രൂര പ്രവർത്തികൾ ചെയ്തു. ഒരാളും അങ്ങോട്ട് കയറാതായി.
അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ താടകയുടെ ഗുണം. പേടിച്ചാലും നേർവഴി. അങ്ങനെ വന്നപ്പോഴത്തേനും വേറെ ആരും ഒന്നും ഇല്ല, സിദ്ധന്മാരും ചാരണഗന്ധർവ് അവരാരും ഇല്ല. അങ്ങനെ വന്നപ്പോ ഇവളെ ഇല്ലായ്മ ചെയ്യണമല്ലോ. ഇത്രയും വലിയ ഘോര രൂപിണിയാണ് രാമൻ വധിക്കാൻ പോകുന്നത്. രാമൻ പക്ഷെ പറയും, രാമൻ ആദ്യം ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ടല്ലേ, ഒരു സ്ത്രീയല്ലേ താടക, അപ്പൊ എങ്ങനെ കൊല്ലുമെന്ന് പറയുമ്പോൾ വിശ്വാമിത്രനല്ലേ ധൈര്യം കൊടുക്കുന്നത്. അപ്പൊ രാമനോട് വിശ്വാമിത്രനും ഇവര് വന്നിട്ട് പറയാണ്, രാമ നിനക്കേ അതിന് കഴിവുള്ളൂ. അദ്ദേഹം പറയാ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് എന്തു പറഞ്ഞാലും അത് കേട്ടോണം എന്ന് പറയും. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, കാരണം ചാതുർവർണ്ണ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രാജധർമ്മമാണ് സ്ത്രീയാണേലും അവരെ ഇല്ലായ്മ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അതിന് ചില ബോധബലകമായ കഥകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് താഴോട്ട്. ഏതായാലും ഞാനൊലിയിട്ടു, താടകാവനം വിറക്കിയാണ്. താടക ഇത് കേട്ടു, ആദ്യം ഒന്ന് ശങ്കിച്ച് നിന്നു എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്ന ശ്രീരാമനെ കണ്ട് മോഹിച്ചു എന്നൊക്കെ. അത് എനിക്ക് അത്ര തോന്നിയിട്ടില്ല. എങ്കിലും അവിടെ നിന്ന് ഇവള് ഓടി പാഞ്ഞടുത്തു. പൂഴി പറത്തുക. ആ പൂഴിയിൽ ഇവർ രണ്ടുപേരും, രാമന് ലക്ഷ്മണനും അത് കണ്ട് മൂക്കും കെടുത്ത് കുറച്ച് ഒരു സെക്കൻഡ് അല്ലെ ഒരു മിനിറ്റ് അസ്തപ്രജ്ഞരായിപ്പോയി. ഉടനെ ഹൂങ്കാര ശബ്ദം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തടഞ്ഞു വിശ്വാമിത്രൻ. എന്നിട്ട് ഇവർക്ക് ശുഭം നേർന്നു. അപ്പോഴത്തേനും ഇത് മാറ്റി അദ്ദേഹം അമ്പയ്യാൻ തുടങ്ങി. അവിടെ എന്ത് ചെയ്തു, താടക ഇത് കല്ലുമഴ പെയ്ക്കുക. ആ കല്ലുമഴ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇത് തടയുന്നു രാമൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ രാമന് രണ്ട് കയ്യും അങ്ങ് വെട്ടിമാറ്റി. എനിക്ക് തോന്നുന്നു ശ്രീരാമന് കൊല്ലണമെന്നില്ലായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇവൾ അവിടെ അടിയറവ് പറഞ്ഞ് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് കുറേ സമയം അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ട് കൈയും മുറിച്ചപ്പോൾ ഇവള് വീണ്ടും അലറിപ്പാഞ്ഞു വരും, മായ കാണിക്കും, ആകാശത്ത് പോകും, അപ്രത്യക്ഷയാകും. അവിടെ നിന്നുകൊണ്ട് കല്ലുമഴ ഇഷ്ടം പോലെ വേഷം മാറാൻ പറ്റും. എന്നിട്ട് ഈ ലക്ഷ്മണൻ അവളുടെ മൂക്കും ചെവിയും അംഗഭംഗം വരുത്തി. അത് കഴിഞ്ഞപ്പം സന്ധ്യയായി കഴിഞ്ഞാല് വിശ്വാമിത്രൻ പറയും, രാമ നീ അവളോട് ദയ കാണിക്കുന്ന നിർത്ത. സന്ധ്യയായാൽ രാക്ഷസർക്ക് ശക്തി കൂടും, ഇരട്ടിയാവും. അതുകൊണ്ട് നീ പെട്ടെന്ന് അവളെ വധിക്കൂ എന്ന് പറയും. ഉടനെ എവിടെ കാണാനില്ല, എവിടെന്നറിയത്തില്ല. അപ്പം മറഞ്ഞു നിൽക്കുകയാണ്. ഈ കല്ലുമഴ വീണുകൊണ്ടേയിരിക്കുന്നു. അപ്പം അദ്ദേഹം ശബ്ദവീതിത്വം എന്ന് പറഞ്ഞ ഒരു അസ്ത്രശാസ്ത്രമുണ്ട്. അത് വെച്ച് എവിടെയാണെന്ന് കണ്ടു, അവിടേക്ക് അമ്പയച്ചു, മാറിൽ പതിച്ചു, താഴെ വീണു. അവിടെ നിന്ന് നല്ല ഒരു പഠിച്ച ശസ്ത്രവിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കുകയാണല്ലേ. യക്ഷിണി അവിടെ നിന്നും സുന്ദര രൂപിയായ ഒരാൾ ആകാശത്തേക്ക് പോന്നു. നമുക്കറിയാം, ഇവിടെ കൊല്ലുകയല്ല ചെയ്യുന്നത് ശ്രീരാമൻ. ഒരാളിലെ തിന്മ ഇല്ലാതാക്കി അവരെ നന്മയിലേക്ക് നയിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും ഇവിടെ സാർത്ഥകമായി. അന്ന് പറഞ്ഞു, ഇപ്പം തടകയില്ലാത്ത വനമാണ്, ഭയപ്പെടാതെ നമുക്ക് ഇന്നിവിടെ കിടക്കാം. എന്നിട്ട് അവിടെ കിടന്നു സുഖമായിട്ട് അവരുറങ്ങി. രാവിലെ എഴുന്നേറ്റ് എന്നും ചെയ്യുന്ന പോലെ ഇവർ വന്ന് ഇങ്ങനെ നമസ്കരിച്ചിട്ട് ദിനകൃത്യങ്ങളൊക്കെ ചെയ്ത് നമസ്കരിക്കും. അപ്പം അദ്ദേഹം പറയും, നേരെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആയുധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഇപ്പോൾ കാലപാശം, ദണ്ഡപാശം, വരണപാശം, ഇതുപോലെ ഗദ, മോദകി, ഇതുപോലെ ഗദകൾ, അസ്ത്രങ്ങൾ. കാരണം അസ്ത്രങ്ങളുടെ പിതാവാണ് ജയ, സുപ്രഭ, ഇവർ രണ്ടുമാണ് ഈ അസ്ത്രങ്ങളെ പ്രസവിച്ചതെന്നാണ് പറയുന്നത്. അസ്ത്രങ്ങളുടെ പിതാവ് ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ആരുടെ ആവശ്യമില്ല ശരിക്കും ഇതെല്ലാം ഇല്ലാതാക്കാൻ. പക്ഷെ തൻ്റെ ജോലിയല്ല രാവണനെ വധിക്കേണ്ടത്, അതിനുള്ള ട്രെയിനിങ് കൊടുത്തോണ്ടായി പോകുന്നത്. ഇവർക്ക് ഇപ്പൊ രാക്ഷസന്മാരെ കൊല്ലാനായിട്ട് അതിനുള്ള കഴിവ് ഈ രാമനുണ്ടോ, ലക്ഷ്മണനെ സഹായിക്കാനുള്ള കഴിവുണ്ടോ, ഈ രാക്ഷസരെ കൊല്ലാനുള്ള, അവരെ പരാജയപ്പെടുത്താൻ ഉള്ള അസ്ത്രശസ്ത്രങ്ങളുണ്ടോ എന്നൊരു സംശയം, പരീക്ഷണം. അതുകൊണ്ടായിരിക്കുമല്ലോ ആദ്യത്തെ പരീക്ഷണത്തിൽ ഇവർ ജയിച്ചു. കാരണം ഒരു യക്ഷിണിയെ, ഒരു സ്ത്രീയെ വധിച്ചാൽ അതാണ് താഴത്തെ തട്ട്. അങ്ങനെ സ്ത്രീയെ വധിച്ചു. സ്ത്രീയെ വധിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുന്നതിനെ തോന്നുകയാണ്. ഏതായാലും സ്ത്രീയെ വധിച്ച സ്ഥിതിക്ക് ഇനിയും ബാക്കിയുള്ള അസ്ത്രങ്ങളൂടെ കൊടുക്കാൻ അവർ അർഹരായിരുന്നു. ഇനി അവിടെ പരാജയപ്പെട്ടിരുന്നാൽ ഈ ബാക്കി അസ്ത്രങ്ങൾ കൊടുക്കത്തില്ലായിരുന്നായിരിക്കും അവർ. പക്ഷേ ആ അസ്ത്രങ്ങളൂടെ കൊടുത്തിട്ടാണ് തൻ്റെ യാഗശാലയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അശ്വനി അത് ചിടിവെട്ട് പോലെ ചിലത്, അതായത് രാക്ഷസർ എന്തൊക്കെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാമാണ് പറഞ്ഞു കൊടുത്തത്.
ഇതെല്ലാം സ്വീകരിച്ചു. ദേവന്മാർക്ക് പോലും കിട്ടാത്ത അസ്ത്രവിദ്യയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പറയുന്നുണ്ട്, രാമൻ പറയും, ഇത് സംഗ്രഹിക്കുന്ന തിരിച്ചെടുക്കുന്ന, നമ്മൾ വിട്ട് കഴിഞ്ഞ് തിരിച്ചെടുക്കണമല്ലോ, ആ വിദ്യം പറഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് നേരെ ഇനി നമുക്ക് സിദ്ധാശ്രമത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ആശ്രമത്തിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി ഇവരെ വന്ന് ആദരിച്ച് സത്കരിച്ച് എല്ലായിടത്തും ചെയ്യുന്ന പോലെ. നമുക്ക് സിദ്ധാശ്രമത്തിലേക്ക് എത്തുന്നതിന്റെ കഥ നാളെ പറഞ്ഞാലോ? അതിനെന്താ, നാളെ പറയാലോ. അപ്പോൾ അവിടെ മുതലുള്ള ബാക്കി കഥ നാളെ പറയാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.